പെരിന്തൽമണ്ണ നഗരസഭയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി പുറമ്പോക്ക് ഭൂമിയും മറ്റും തിരിച്ചുപിടിക്കുന്നതിന് നടപടികൾ ഊർജിതമാക്കും. വ്യാഴാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിഷ്ക്രിയ ആസ്തിയും പുറമ്പോക്ക് ഭൂമി കയ്യേറ്റവും സംബന്ധിച്ച വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം പെരിന്തൽമണ്ണ നഗരസഭയുടെ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലം കണ്ടെത്തി സംരക്ഷിക്കുന്നതിന് നഗരസഭ നടപടികൾ ഊർജിതമാക്കും. ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനം എടുത്തു. നഗരസഭയിൽ നടക്കുന്ന സർവേ നടപടികളിലൂടെ ഇത് സാധ്യമാകുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കും. കാലാകാലങ്ങളായി പലതരത്തിൽ ഒന്നെങ്കിൽ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളിലാണ് അത് പറ്റുള്ളൂ. ആ പൊതുസ്ഥലങ്ങൾ കൃത്യമായി നമ്മളെ കയ്യിൽ എത്രയുണ്ടെന്നും എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്നും അറിഞ്ഞാൽ മാത്രമാണ് അവിടേക്കൊക്കെ പദ്ധതികൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിയലൊരു പ്രധാനപ്പെട്ടതാണ്. അത് അറിയുന്നതിന് വേണ്ടി അത് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർവേ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് റവന്യൂ വകുപ്പിൻ്റെ, അതിന് ശേഷം നഗരസഭ തന്നെ നേതൃത്വം കൊടുക്കുന്ന അമൃതിൻ്റെ സർവേ നടക്കുന്നത്. 2 സർവേയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കിട്ടുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഡാറ്റകൾ കയ്യിൽ കിട്ടുക. കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏതൊക്കെ ഭാഗത്തേക്ക് ഫണ്ടുകൾ വിനിയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഈ റവന്യൂ സർവേ കഴിയുന്നതോടുകൂടി നമുക്ക് ഈ ഡാറ്റ കിട്ടും. റവന്യൂ, ഇറിഗേഷൻ സർവേ വകുപ്പുകൾ ഏകോപിപ്പിച്ച നടപടികൾ കൈക്കൊള്ളും. വിവരങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ ലഭ്യമാക്കാനാണ് തീരുമാനം. കൃത്യമായ അവലോകനം നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത മാർച്ചോടെ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വാർഡുകളിൽ സംഘടിപ്പിക്കും. വ്യാഴാഴ്ച കൗൺസിൽ യോഗത്തിൽ 44 അജണ്ടകളും 6 സപ്ലിമെന്ററി അജണ്ടകളുമാണ് ചർച്ചയ്ക്കെടുത്തത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.